ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ ഞങ്ങൾ ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ പാർക്കിലൊക്കെ പോയി. അവൻ പാർക്കിൽ കളിക്കുന്ന സമയമാണ് കേട്ടോ. പിന്നെ പാർക്കിലല്ല, എവിടെ പോയാലും അവന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം കേട്ടോ. ഹോട്ടലിൽ കണ്ട കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്, ഒന്നും കഴിച്ചില്ലേ. അങ്ങനെ അവനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ചെന്ന വഴിക്ക് തന്നെ. എൻ്റെ കിച്ചുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, ആകെ കുട്ടിക്ക് അങ്ങ് ആകെ അന്താളിച്ച് പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്, കുറേ ലൈറ്റ് കാണുന്നു, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, പിന്നെ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പാർക്കിലൊക്കെ കളിച്ച് അവിടെയുള്ളതൊക്കെ കണ്ട് നേരെ നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഫറൂഖിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് അറിയണ്ടാവും, ഇവിടെ ഒരു ഫുഡ് കോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ചാലിയാറിനോട് ചേർന്നിട്ട് നമുക്കിപ്പോൾ പുഴയുടെ അടുത്തേക്കൊക്കെ പോകാം. അവരവിടെ ഒരു യാർഡൊക്കെ ചെയ്തിട്ടുണ്ട്, പാലം അതുപോലെ പിന്നെ അവിടുത്തെ പാർക്കൊക്കെ പുതുക്കി പണിയുമ്പോൾ ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ഈവനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് സ്പെൻഡ് ചെയ്യാനും ഒരു റിഫ്രഷ്മെൻറ്റിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമുക്ക് അതുവരെ പോയി നിന്നിട്ട് നന്നായിട്ട് ആസ്വദിക്കാം. നല്ല തണുത്ത കാറ്റൊക്കെയാണ് കേട്ടോ അവിടെ. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫുഡ് കോർട്ട്. ഇങ്ങനെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും ഓപ്ഷൻസ് ഇല്ല, എങ്കിലും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അച്ചുവിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ലൈം ജ്യൂസും ഒരു ബർഗറും ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിൽ മിൽക്കും ഓർഡർ ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ അവിൽ മിൽക്കിനുള്ള ഒരു നീണ്ട കാത്തിരിപ്പിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് വരാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും കിച്ചുവിന് ഉറക്കമൊക്കെ വന്ന് ദേ ആകെ ക്ഷീണിച്ചു. പിന്നെ ഞങ്ങളുടെ അവിൽ മിൽക്ക് വന്നു, ഞങ്ങൾ അവിൽ മിൽക്കൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അവിൽ മിൽക്കിൻ്റെ ഒക്കെ സ്പെഷ്യൽ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കില്ലേ, അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതേ അച്ചു അവിൽ മിൽക്കും ബർഗറും എല്ലാം കൂടി കഴിച്ചിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസിനുള്ള നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇതേ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് അവിൽ മിൽക്കാണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഡിന്നർ കഴിക്കേണ്ട, പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്തു കേട്ടോ ഞങ്ങൾ 4 പേരും കൂടിയിട്ട്. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇതേ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ സൺഡേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക.